കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിൽ പ്രതി ഷിംജിതയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റി. പക തീർത്തു വന്ന അഹങ്കാരത്തിൽ നിൽക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല, പക്ഷെ പിന്നെ താനെ പഠിക്കും. ജിംസിത് മൂന്നാം തവണയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റുന്നത്. ഇപ്പൊ നീ കണ്ടത് ഒരു ട്രെയിലറാ, ഇനി പടം മുഴുവൻ നിനക്കിട്ടുള്ള പണിയാ. ആദ്യഘട്ടത്തിൽ 27-ാം തീയതിയാണ് ജാമ്യാപേക്ഷ ഷിംജിത നൽകിയത്. അത് പിന്നീട് തള്ളുകയായിരുന്നു. അതിനുശേഷം ഞാനൊന്ന് കിടക്കട്ടെ. പ്രോസിക്യൂഷൻ വാദം എന്ന് പറയുന്നത് ഷിംജിത ഈ കേസ് ഇത് ഒരു കണ്ടന്റ് എന്ന നിലക്ക് ഉണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ ഇതൊരു റീച്ചിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്. ഇതിന്റെ ഒരു വിത്ത് കിട്ടോ? ഞങ്ങളുടെ ഈ സൈസ് ഇല്ല. അതോടൊപ്പം തന്നെ ലാഭമായിരുന്നു ഇവരുടെ ലക്ഷ്യം. ആ രീതിയിൽ ആ ദിവസം തന്നെ, അതായത് ഈ പബ്ലിഷ് ചെയ്ത ദിവസം തന്നെ 2 മില്യണിലധികം ആളുകൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. തോളത്ത് കയറ്റി വെച്ചിരിക്കുന്ന ഈ വേതാളങ്ങളെ ഇറക്കി വിടാൻ പാടുപെടുമ്പോ അന്ന് എനിക്ക് മുഖമൊന്ന് കാണണം. ആ രീതിയിലുള്ള റീച്ച് മാത്രമായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ വാദം. ആ പ്രോസിക്യൂഷൻ വാദത്തെ എതിർത്തുകൊണ്ട് ഷിംജിത നമ്മളെ കണ്ടപ്പോൾ പറഞ്ഞതിന് മോശം അനുഭവം പയ്യന്നൂരിലെ ഈ ബസ് യാത്രയിൽ അനുഭവപ്പെട്ടു. അവനൊന്നും ജീവിച്ചിരുന്നിട്ട് ഇനി യാതൊരു കാര്യമില്ല. വല്ല പട്ടാളത്തിലും പോയി വെടികൊണ്ട് ചത്തിരുന്നെങ്കിൽ കുടുംബക്കാർക്കെങ്കിലും വല്ല പ്രയോജനം ഉണ്ടായേനെ. മോശം അനുഭവം താൻ പകർത്തുകയും അതുപോലെ പങ്കുവെക്കുകയും മാത്രമാണ് ചെയ്തതെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഷിംജിത. ഇരിക്കണ്ട, ദൈവം ഒരാള് മുകളിലുണ്ട്, ഇതിന് നീ അനുഭവിച്ചില്ലെങ്കിൽ. തുടർച്ചയായി ഇത്തരത്തിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നീണ്ടുപോകുന്നത് ഷിംജിതയുടെ ജയിൽവാസം തുടരാൻ കാരണമാകുന്നുണ്ട്. ഞാനിത് വിശ്വസിക്കാം. അങ്ങനൊന്നും ഇല്ല, അങ്ങനൊന്നും ഉണ്ടാവാൻ പാടില്ല. യാത്രക്കിടെ ആർക്കും ഒരു ഉപദ്രവവും നേരിടേണ്ടി വന്നതായി പരാതി ലഭിച്ചിട്ടില്ലെന്ന് ബസ് ജീവനക്കാരും മൊഴി നൽകി. ഈ പ്രശ്നങ്ങൾക്ക് കൂരിരുത്തി ഞാൻ ഉത്തരവാദിയാണല്ലോ. എല്ലാ തരത്തിലും നീ തന്നെ ഉത്തരവാദി. താൻ ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നേരിടേണ്ടി വന്നു എന്ന വാദത്തിൽ ഷിംജിത ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. മാധ്യമങ്ങളോട് ഷിംജിതയുടെ പ്രതികരണം വെറുതെ ഒന്നും പറയില്ലല്ലോ എന്നായിരുന്നു. എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക, നീ ഒറ്റ ഡയലോഗ് വെച്ച് എത്ര കാലം ഫീൽഡിൽ പിടിച്ചേക്കും? ഷിംജിതയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കുടുംബം പരാതി നൽകുകയായിരുന്നു. അതിനെ തുടർന്നാണ് ഒളിവിലായിരുന്ന ഷിംജിതയെ പോലീസ് പിടികൂടിയത്. നീ എനിക്ക് വീട്ടിന് പകർന്നത് കുരിശാണല്ലോ. പോലീസ് അടിയന്മാരെ ചുവന്നോളൂ.